ഹലോ, ഇന്ന് ബക്കലാവ റെസിപ്പിയാണ്. 250 ഗ്രാം ബട്ടർ എടുത്ത് അത് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗീ വേണമെങ്കിൽ ഗീയും എടുക്കാം. ഇത് 1 കപ്പ് പിസ്തയും 1 കപ്പ് വാൾനട്ടും എടുത്ത് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് ബക്കലാവ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ഷീറ്റാണ്, ഫില്ലോ പേസ്ട്രി. നമുക്കിനി ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ബേക്ക് ചെയ്യുന്ന ട്രേയിലേക്ക് ആദ്യം ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഓരോ ഷീറ്റ് വെച്ച് അതിൻ്റെ മേലെയും ബട്ടർ സ്പ്രെഡ് ചെയ്ത് അങ്ങനെ എത്ര ലെയർ വേണമെങ്കിലും വെക്കാം. ഞാൻ ഇവിടെ 8 ലെയറാണ് വെച്ചിട്ടുള്ളത്. താഴെ അത് കഴിഞ്ഞ് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം മേലെ വീണ്ടും അതേപോലെ എത്ര ലെയറാണോ വെക്കുന്നത് അത്രയും ലെയർ വെച്ച് കൊടുക്കാം. ഇത് വളരെ തിന്നായിട്ടുള്ള ഷീറ്റാണ്. അതുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടിപ്പോകുന്നുണ്ട്. അങ്ങനെ പൊട്ടിപ്പോകുന്ന ഷീറ്റ് നമുക്ക് ഇതേപോലെ ഇടയിലൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ യൂസ് ചെയ്യാം. ഓരോ ഷീറ്റ് വെക്കുമ്പോഴും അതിൻ്റെ മേലെ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. എല്ലാ ലെയറും വെച്ചതിന് ശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്ത് കൊടുക്കാം. ബാക്കി വരുന്ന ബട്ടർ അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. ഒരു 160 ഡിഗ്രിയിൽ ഹാഫ് ആൻ അവർ അത് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതിന് 1 കപ്പ് ഷുഗർ, ഹാഫ് കപ്പ് വെള്ളം ഒഴിച്ച് അത് നല്ലപോലെ തിളപ്പിക്കുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത്, റോസ് വാട്ടർ ഉണ്ടെങ്കിൽ റോസ് വാട്ടർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ റോസിൻ്റെ പെറ്റൽസ് ഇട്ട് കൊടുക്കാം. ഷീറ്റ് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് മൊത്തമായിട്ട് ഒഴിച്ചു കൊടുക്കാം. താങ്ക് യു.